ഞാനിങ്ങോട്ട് എന്തിനാ എപ്പോഴും വരണത്? നിങ്ങളാരും അങ്ങോട്ട് വരണില്ല, പിന്നെ ഞാനായിട്ട് എന്തിനാ വരണേ? എനിക്ക് ഇവിടെ നിന്ന് തിരിയാൻ നേരില്ലേ. ഇവർക്കും സുതയ്ക്കും വിജയനും വന്നാൽ എന്താ? കുടുംബത്തും കാര്യങ്ങളില്ലേ ഏട്ടാ? അതിന് മാനതില്ലേ? പിന്നെ അടുക്കള പണിക്കാണെങ്കിൽ കുഞ്ഞനാരുടെ മോളുണ്ടല്ലോ. ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല. ആരായാലും എനിക്കൊരു വിരോധമില്ല. എത്ര മുറിച്ചാലും മുറിയാത്ത ആ രക്തബന്ധം, അത് മനസ്സിലാക്കിയാൽ മതി. വിജയം പഠിപ്പ് കഴിഞ്ഞ് വന്നു എന്നറിഞ്ഞു മുതലേ വരണം മരണം എന്റെ ഉള്ളിൽ തോന്നിയത് ആ രക്തബന്ധത്തിന്റെ ശക്തിയാണ്. പഠിപ്പ് കഴിയണതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ വിജയനും രാഘവനും രക്തബന്ധവും അല്ലേ? കുഴിച്ചിട്ടതൊന്നും മാന്തി നോക്കാനല്ല ഞാൻ വന്നത്. അവിടെ വീട്ടിലെ രാജീവനൊരു ആലോചന വന്നിട്ടുണ്ട്. ആലത്തൂര് മാണിക്കോത്തുന്ന സ്ഥല കുടുംബ വേണ്ട സ്വത്തുണ്ട്. പെൺകുട്ടിയും കാഴ്ചക്ക് തിരക്കേടില്ല. കുട്ടിയുടെ ആങ്ങളെ ഒരാളെ ഇയമീര നല്ല നിലയാ. നമ്മുടെ പ്രിയെ അയാൾക്കൊന്നും നോക്കാന്നാ പറയണേ. മാറ്റ കല്യാണേ രാജീവന്റെയും പ്രിയയുടെയും കാര്യങ്ങളെ ഒരുമിച്ച് കഴിയൂലോ. ഓഹോ, നിശ്ചയിച്ചോ? നിശ്ചയിച്ചില്ല. അങ്ങനെ ഒരു ആലോചന വന്നിട്ടേ ഉള്ളൂ. ഞാൻ ആലോചിച്ചപ്പോ ഇവിടെ ഉണ്ടല്ലോ കല്യാണപ്രായമായ രണ്ടാളെ, സുധയും വിജയനും പ്രിയയും തമ്മില് നല്ല ചർച്ചയും തോന്നി. പുറത്തുനിന്നൊരു ബന്ധത്തിലും നല്ലതല്ലേ നമ്മുടെ കുടുംബം തന്നെ ഉണ്ടാവണത്. എന്താ നിന്റെ അഭിപ്രായം? മാറ്റക്കല്യാണം എനിക്ക് വലിയ താല്പര്യമില്ല. മാറ്റക്കല്യാണം വരുന്ന എനിക്കും നിർബന്ധമൊന്നുമില്ല. വിജയനും പ്രിയയും തമ്മില് നല്ല പൊരുത്ത. ജാതകവും ഞാൻ നോക്കി. ഓ, ജാതകവും നോക്കിയോ? പിന്നെ ഒരു ആലോചന ഉണ്ടാവുമ്പോ അത് നോക്കാണ്ട് പറ്റുമോ? നമ്മുടെ കുടുംബങ്ങൾ തമ്മില് അറ്റുപോയ കണ്ണി വിളക്കി ചെറുക്കും ചെയ്യാലോ. അതിനിപ്പോ ഒരു കല്യാണം തന്നെ വേണമെന്നില്ലല്ലോ വല്യമ്മാമേ. ആലത്തൂര് മാണിക്കോത്തുകാര് കുടുംബക്കാരും പണക്കാരുമാ. അത് നടക്കട്ടെ. അവനോന് ചേർന്ന ബന്ധാ നല്ലത്. മേലേടത്ത് അച്ഛനാര് ചേറ്റയാ, മക്കളും അതെ. അഹങ്കാരം. ഇത്തിരി അഹങ്കാരം ഉണ്ടമ്മാമേ. എന്റെ അച്ഛൻ കേസ് നടത്തി തൊലഞ്ഞ കുടുംബം ഇത്. മരിക്കുമ്പോ പുല്ലും പടയഞ്ചയും കയറി കിടന്ന കുറെ ഭൂമിയും മൂക്കോളം കടവും പൊട്ടിപ്പൊളിഞ്ഞ ഈ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തള്ളയും ഞങ്ങൾ 4 മക്കളും ഒരു നേരം നിറച്ചുണ്ണാനില്ലാണ്ട് കഴിഞ്ഞ കാലം ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും രക്തബന്ധുക്കൾ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവിടെ നീ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. എന്റെ ചോര നീരുമായി കാണുന്നതൊക്കെ ആ അഹങ്കാരം ഉണ്ട്, സത്യ.